ഒട്ടുമിക്ക എല്ലാ സൂപ്പർ ഹീറോ മൂവീസുകളിലും ഈ പോസ്റ്റ് ക്രെഡിറ്റ്സിന് ഒരു വലിയ റോളുണ്ട്. ഒട്ടുമിക്ക പണ്ടുള്ള പടങ്ങളിലും ഈ പോസ്റ്റ് ക്രെഡിറ്റ്സിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ അന്നൊക്കെ ആദ്യം ഒരു പടത്തിൻ്റെ എൻഡിലേക്ക് സെക്കൻഡ് പാർട്ടിൻ്റെ ഒരു ലീഡ് വെച്ചിട്ടായിരുന്നു പടത്തിൻ്റെ മൊത്തം അവസാനം തന്നെ. പക്ഷേ ഈ എൻഡ് ക്രെഡിറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ട് അടുത്ത പാർട്ടിൻ്റെയോ അല്ലെങ്കിൽ അടുത്ത ഒരു സാഗയുടെ ഒരു രീതിക്ക് ഒരു എൻഡ് ക്രെഡിറ്റ് പോലെ ഒരു സീൻ വെച്ചിട്ട് ആ ഒരു ട്രെൻഡ് തന്നെ കൊണ്ടുവന്നത് നമ്മുടെ മാർവലാണ്. പക്ഷേ മാർവലിലാണെങ്കിലും ഡി സിയിലാണെങ്കിലും ഒട്ടുമിക്ക സൂപ്പർ ഹീറോ പടങ്ങളിലൊക്കെ ഒരുപാട് പോസ്റ്റ് ക്രെഡിറ്റ് സീൻസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷേ അങ്ങനെ കണ്ടിട്ടുള്ള ചില പോസ്റ്റ് ക്രെഡിറ്റ്സിന് പിന്നെ നമ്മൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. അതിൻ്റെ ഒരു ലീഡിനെ കുറിച്ച് അവർ സംസാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അങ്ങനെ മൺമറഞ്ഞു പോയ കുറച്ച് പോസ്റ്റ് ക്രെഡിറ്റ് സീൻസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ ആദ്യത്താണ് ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ഡെഡ്പൂളിൻ്റെ തല കാണിക്കുന്ന ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീന്. ആക്ച്വലി എക്സ്മാൻ ഒറിജിൻ വൂൾവർ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ വൂൾവറിൻ്റെ ഒരു സോളോ മൂവിയിലാണ് ഈ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ വരുന്നത്. അതിലാണ് നമ്മുടെ വെയ്ഡ് വിൽസനെ അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വെപ്പൺ 11 ആയിട്ട്. ആക്ച്വലി ഇവരതിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മുടെ ഡെഡ്പൂളിനെ തന്നെയാണ്. പക്ഷേ ഡെഡ്പൂളിന് ഇന്നേ വരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു ഡിഫറെൻറ്റ് ലെവൽ ട്രൈ ആയിരിക്കും അവർ അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവുക. അതായത് നമ്മുടെ ലേസർ വിഷനും വൂൾവറിനെ പോലെ ക്ലോസും ഒക്കെ വെച്ചിട്ട്. ആക്ച്വലി ഈ ഒരു വെയ്ഡ് വിൽസൻ്റെ വെപ്പൺ 11 എന്ന് പറയുന്ന ഈ ഒരു മ്യൂട്ടൻറ്റ് ഒട്ടുമിക്ക എല്ലാ മ്യൂട്ടൻസിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. അതായത് നമ്മുടെ വൂൾവറിന്, സൈക്ലോപ്സ്, മിസ്റ്റീക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് മ്യൂട്ടൻസിൻ്റെയൊക്കെ ഒരുപാട് DNAs വെച്ചിട്ടാണ് ഈ വെപ്പൺ 11 ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് തന്നെ. അങ്ങനെ അവസാനം നമ്മുടെ വൂൾവറിനാണെങ്കിൽ തല തുണ്ടിച്ച് ഈ വെർഷൻ ഓഫ് വെയ്ഡ് വിൽസൺ ഡെഡ്പൂളിനെ കൊല്ലുന്നുണ്ട്. അതിനുശേഷം ആ പടത്തിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ആ ഇടിഞ്ഞ് തകർന്നിട്ടുള്ള അതിൻ്റെയൊക്കെ ഉള്ളിൽ നിന്ന് നമ്മുടെ ആ തല തുണ്ടാക്കപ്പെട്ടിട്ടുള്ള ആ വെയ്ഡ് വിൽസൻ്റെ ആ ബോഡി തന്നെ പോയിട്ട് അതിൽ നിന്നൊക്കെ ചകഞ്ഞു മാറ്റിയിട്ട് പുള്ളിയുടെ തല കണ്ടുപിടിക്കുന്ന പോലെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനുണ്ട്. അതായത് ഈ ക്യാരക്ടറിനെ വെച്ചിട്ട് ആ ഒരു കണ്ടിന്യൂറ്റി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരുന്നു അവരുടെ പ്ലാൻ തന്നെ. പക്ഷേ ഈ ഒരു വെർഷനെ ഒട്ടുമിക്ക ഫാൻസുകൾക്കും ഇഷ്ടപ്പെട്ടില്ല, ആർക്കും തന്നെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ആ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ പിന്നെ നമ്മൾ എവിടെയും കണ്ടിട്ടുമില്ല, ഒരു മെൻഷൻ പോലും നമ്മൾ കണ്ടിട്ടില്ല. നമ്മുടെ റയൻ റോളൻസിന് പോലും നമ്മുടെ ഈ ഡെഡ്പൂളിൻ്റെ ഈ ഒരു വെർഷനെ വെച്ചിട്ട് ഒട്ടും തന്നെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അത് പുള്ളി പല ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്. പുള്ളി പിന്നെ ഒറിജിനലായിട്ട് നമ്മുടെ ഡെഡ്പൂളിൻ്റെ പടം വെച്ചിട്ട് റീബൂട്ട് വന്നപ്പോൾ ആ പടത്തിൽ തന്നെ ഈ ഒരു വെർഷനെ വെച്ചിട്ട് ഒരുപാട് കോമഡി സീൻസൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഒന്നാണ് ഒരു മേജർ നമ്മുടെ ബ്ലാക്ക് ആഡം മൂവിയിൽ കണ്ടിട്ടുള്ള പോസ്റ്റ് ക്രെഡിറ്റ് സീന്. ആ പടം റിലീസാവുന്നതിന് മുമ്പ് തന്നെ ആ പടത്തിൽ സൂപ്പർമാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആ പടത്തിൻ്റെ ആക്ടറായിട്ടുള്ള റോക്ക് ഒരുപാട് ടീസിംഗ് ഒക്കെ തന്നിട്ട് തന്നെ ഉണ്ടായിരുന്നു. അതായത് ആ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ മെയിനായിട്ടൊന്നുമില്ല. അതായത് നമ്മുടെ അമാൻഡ വോളർ വന്നിട്ട് പറയും, അതായത് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പ്രിസണിൽ നിനക്ക് നിൽക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് നിൻ്റെ ആ കാണ്ടാക്ക് തന്നെയാണ് നിൻ്റെ ആ പ്രിസൺ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബ്ലാക്ക് ആഡത്തിന് അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞ് പുറത്തുള്ള ഭൂമിയിലേക്ക് കാല് വെക്കരുതെന്നും പറഞ്ഞു. അപ്പോൾ തന്നെ നമ്മുടെ ബ്ലാക്ക് ആഡും പറഞ്ഞു, ഈ ലോകത്തുള്ള ഒരു ശക്തിക്ക് എന്നെ തടയാൻ പറ്റില്ല. അങ്ങനെ അമാൻഡ വോളർ പറയും, ഈ ലോകത്തുള്ള അല്ലാത്ത ശക്തികളെ ഞങ്ങൾക്ക് വരാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ ആ പുകയുടെ ഉള്ളിൽ നിന്നൊക്കെ നമ്മുടെ സൂപ്പർമാൻ ഇങ്ങ് നടന്നു വരും. അവിടെ ആയിരിക്കും ഈ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ എൻ്റെ ആവുന്നുണ്ടാവുക. അതിനുശേഷം നമ്മുടെ ബ്ലാക്ക് ആഡം വേഴ്സസ് സൂപ്പർമാൻ എന്നുള്ള രീതിക്ക് ഈ DC നെ മൊത്തം പുഷ് ചെയ്യാനായിരുന്നു നമ്മുടെ റോക്കിൻ്റെ പ്ലാൻ. അങ്ങനെ റോക്കിൻ്റെ പ്ലാനിലൊക്കെ നമ്മുടെ ജെയിംസ് ഗൺ വന്ന് മണ്ണ് വാരിയിട്ടിട്ട് മൊത്തം റീബൂട്ടും സൂപ്പർമാനും എല്ലായിടത്തിനും മാറ്റി അങ്ങ് കാസ്റ്റ് ചെയ്തു. മൊത്തം പുതിയൊരു DC തന്നെ അങ്ങ് വന്നു. അവസാനം ഈ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ എവിടെ എത്താതെ അങ്ങ് പോയി. പിന്നെ ഒന്നാണ് നമ്മൾ സ്പൈഡർമാൻ നോ വേ ഹോമിൽ കണ്ടിട്ടുള്ള നമ്മുടെ വെനം വെഡി ബ്രോക്കിൻ്റെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീന്. ആക്ച്വലി ഈ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനെ എവിടെയും എത്തിയില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ അറ്റ് ദ മൊമെൻറ്റ് ഇതുവരെ ഇത് എവിടെ എത്താത്തൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീനാണ്. കാരണം നോ വേ ഹോമിൻ്റെ എൻഡിൽ നമ്മുടെ പീറ്റർ പാർക്കാണ് സ്പൈഡർമാൻ എന്ന് അറിയുന്ന സ്പൈഡർമാൻ എന്ന് അറിയുന്ന ക്യാരക്ടേഴ്സൊക്കെ നമ്മുടെ ഈ മാർവൽ യൂണിവേഴ്സിലേക്ക് വരുമ്പോൾ അങ്ങനെ വരുന്നൊരു ക്യാരക്ടറാണ് നമ്മുടെ വെനോ എഡി ബ്രോക്കും. അങ്ങനെ തിരിച്ച് നമ്മുടെ വെനോ എഡി ബ്രോക്കും പോകുമ്പോൾ ആ വെനത്തിൻ്റെ ഒരു അംശം ഈ മാർവൽ യൂണിവേഴ്സിൽ വിട്ടിട്ട് പോകുന്ന പോലെയാണ് കാണിച്ചിട്ടുള്ളത്. അങ്ങനെ പിന്നെ ആ വെനത്തിന് എന്ത് പറ്റിയെന്ന് ഒരറിവും ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ അവിടെയും ഒരുപാട് പ്രശ്നങ്ങളും പ്ലോട്ട് ഹോൾസും ഒക്കെ ഉണ്ട്. കാരണം വെനത്തിൻ്റെ അംശത്തിൽ നിന്ന് ഒരു വരുന്നത് അത് വെനത്തിൻ്റെ ഓഫ് സ്പ്രിങ് ആണെന്നാണ് പറയാം. അതായത് വെനത്തിൻ്റെ ഓഫ് സ്പ്രിങ് എന്ന് പറയുന്നത് ശരിക്കും കാർണേജാണ്. അപ്പോൾ ഈ വെനത്തിൻ്റെ അംശമായിട്ട് ഇപ്പോൾ നമ്മുടെ മാർവൽ യൂണിവേഴ്സിലുള്ളത് കാർണേജ് ആണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു. ഇല്ല, വെനത്തിൻ്റെ ഒരു വെനമായിട്ട് തന്നെയായിരിക്കും ഇവരിതിൽ പുഷ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ സ്പൈഡർമാൻ ബ്രാൻഡ് എൻഡിങ്ങിൽ ഈ കണ്ടുപിടിച്ചിട്ട് ഇപ്പോൾ ഈ വിട്ടിട്ട് പോയിട്ടുള്ള വെനത്തിൻ്റെ പീസ് നമ്മുടെ സ്പൈഡർമാനായിട്ട് ബോണ്ട് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്ലോട്ട് ലീക്സ് ഒക്കെ ഉണ്ട്. ചിലപ്പോൾ അത് ഇതിൽ കണക്ട് ചെയ്യായിരിക്കും. എന്തായാലും ഇതുവരെ അതിനൊരു മൂവ്മെൻറ്റോ ഒരു ഇമ്പ്രൂവ്മെൻറ്റോ ഉണ്ടായിട്ടില്ല. അത് ഇവിടെ ആ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ എവിടെ എത്താതെ കിടക്കുകയാണ്. പിന്നെ ഒന്നാണ് നമ്മുടെ മോർബിയസിൽ കണ്ടിട്ടുള്ള ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ. ഇതും നമ്മുടെ വെനത്തിൻ്റെ ആ ഒരു സംഭവമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്. കാരണം നോ വേ ഹോമിൽ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് ഇട്ട അതേ സ്പെല്ല് തന്നെയാണ് ഈ മോർബിയസിൻ്റെ ഈ പോസ്റ്റ് ക്രെഡിറ്റ് സീനും കാരണം ഇതിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ കാരണം നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ ആ സ്പെല്ല് കാരണം വേറെയുള്ള യൂണിവേഴ്സുകളിൽ നിന്ന് സ്പൈഡർമാൻ ആണെന്ന് അറിയാവുന്ന ക്യാരക്ടേഴ്സൊക്കെ മാർവൽ യൂണിവേഴ്സിലേക്കാണ് വന്നത്. പക്ഷേ ഇതിൽ നമ്മുടെ സോണി എന്താക്കി, മാർവൽ യൂണിവേഴ്സിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടറിനെ മോർബിയസിൻ്റെ യൂണിവേഴ്സിലേക്ക് ആ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ ആ സ്പെല്ല് കാരണം ആ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ കൊണ്ടുവന്ന പോലെ കാണിച്ചു. അതിനുശേഷം അവർ രണ്ടുപേരും ഒരു ടീം സെറ്റ് ചെയ്യുന്ന പോലെ സിനിസ്റ്റർ 6 ആണ് അവർ മെയിനായിട്ട്. അത് സിനിസ്റ്റർ 6 ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സോണി മെയിനായിട്ട് അത് നോക്കിയത്. അവസാനം പടം എന്തായാലും വലിയൊരു ബോംബായി മാറി. അവസാനം അവർ ആ
പ്ലാൻ തന്നെ സ്ക്രാപ്പ് ചെയ്ത് മൊത്തം സോണിവേഴ്സ് തന്നെ ഇപ്പോൾ മൂടിക്കളഞ്ഞു. സോ എവിടെ എത്താതെ പോയ പോസ്റ്റ് ക്രെഡിറ്റ് സീനുകളിൽ പ്രധാനപ്പെട്ടതൊന്ന് ഇതാണ്. കാരണം ഇനി ഇത് ഒന്നും അവനും പോകുന്നില്ല. പിന്നെ ഒന്നാണ് നമ്മുടെ ജസ്റ്റിസ് ലീഗ് കണ്ടിട്ടുള്ള ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീന്. ആക്ച്വലി ജസ്റ്റിസ് ലീഗിന് 2 വെർഷനുണ്ട്. ഒന്ന് സ്നൈഡറിൻ്റെ വെർഷനായിട്ടുള്ള സ്നൈഡേഴ്സ് കട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജസ്റ്റിസ് ലീഗും ഉണ്ട്. പിന്നെ നമ്മുടെ ജോഷ് വീഡൻ്റെ 2017 ഇറങ്ങിയിട്ടുള്ള ഒരു ജസ്റ്റിസ് ലീഗും ഉണ്ട്. ആ 2017 ഇറങ്ങിയ ജസ്റ്റിസ് ലീഗിൽ നമ്മുടെ ഡെത്ത് സ്ട്രോക്ക് വരുന്ന പോലെയും പുള്ളി ഒരു ടീം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി നമ്മുടെ ബാറ്റ്മാനെ ഹണ്ട് ചെയ്യുന്ന പോലെ ആയിരിക്കും അതിന് ഒരു ലീഡ് കൊടുത്തിട്ടുണ്ടാവുക. അതായത് അതിന് ശേഷം ആ ജസ്റ്റിസ് ലീഗിന് ശേഷം നമ്മുടെ ബാറ്റ്മാനെ ഫോക്കസ് ചെയ്തിട്ട് ഒരു സോളോ മൂവി വരാൻ വേണ്ടി പോവാണെന്നും അതിൽ നമ്മുടെ ഡെത്ത് സ്ട്രോക്കിനെ വില്ലനാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ലീഡായിരുന്നു ആ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് നമ്മുടെ സ്നൈഡറിൻ്റെ വേർഷനിൽ ഈ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ തന്നെ വേറെ ആയിരുന്നു. കാരണം പുള്ളിയുടെ അതിൽ ഒരു വില്ലൻ ടീമിനെ തന്നെ നമ്മുടെ ലെക്സ് ലൂതർ ക്രിയേറ്റ് ചെയ്യുന്ന പോലെയായിരുന്നു. ആ 2 സീനിലുള്ള കോൺവെർസേഷൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, 2 തരത്തിലാണ് നമ്മുടെ ലെക്സ് ലൂതർ സംസാരിക്കുന്നത്. പിന്നെന്താ, നമ്മുടെ ജസ്റ്റിസ് ലീഗ് ഇനിയില്ലല്ലോ. ആ ജസ്റ്റിസ് ലീഗ് പോയി, സ്നൈഡർ വെർഷൻ തന്നെ പോയി. ഇനി അതൊന്നും എവിടെ എത്താൻ പോകുന്നില്ലല്ലോ. ഇനി ആ സ്നൈഡേഴ്സ് വേർഷനിലേക്ക് വരികയാണെങ്കിലും അവിടെ ഇതേപോലെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ട്. കാരണം നമ്മുടെ ബാറ്റ്മാൻ ഞെട്ടി എണിക്കുന്ന പോലെ പുള്ളിയുടെ വന്ന് വാൺ ചെയ്യുന്ന പോലെ ഒരു സംഭവമുണ്ട്. ആക്ച്വലി ആ പോസ്റ്റ് ക്രെഡിറ്റ് സീനും ഇനി എന്തായാലും വരാൻ വേണ്ടി പോകുന്നില്ല. പക്ഷേ ഇനീഷ്യലി അവിടെ മാർഷ്യൻ മാനാൻഡറിന് പകരം അവിടെ കൊണ്ടുവരേണ്ടിയിരുന്നത് നമ്മുടെ ജോൺ സ്റ്റുവർട്ടിൻ്റെ ഒരു ഗ്രീൻ ലാൻഡൻ ആയിരുന്നു. പക്ഷേ ഗ്രീൻ ലാൻഡൻസിനെ വെച്ചിട്ട് DC വേറെ കുറേ പ്ലാൻ ഉണ്ടായതുകൊണ്ട് തന്നെ എന്തായാലും ഇത് നടക്കാൻ പോകുന്നില്ല. അപ്പോൾ വേറെ ഏതൊരു ക്യാരക്ടറിനെ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ മാർഷ്യൻ മാനാൻഡറിനെ വെച്ചിട്ട് സാക്ക് സ്നൈഡർ അത് ഷൂട്ട് ചെയ്തതാണ്. അതായത് 2 ജസ്റ്റിസ് ലീഗിലുള്ള ഈ 2 പോസ്റ്റ് ക്രെഡിറ്റ് സീനും ഇനി ഒന്നും ആവാൻ പോകുന്നില്ല. പിന്നെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉള്ളത് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡിലാണ്. അതിൽ നമ്മുടെ ഷാരൺ കാർട്ടർ ഓൾറെഡി നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്ന പോലെ ഓൾറെഡി ഇതിന് മുമ്പുള്ള പടങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായി. അതായത് പുള്ളിക്കാരത്തെ ഒരു നല്ല ക്യാരക്ടറിനെ പോലെ ആയിരിക്കും പോർട്രേ ചെയ്തിട്ടുണ്ടാവുക. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ ടീമിൽ ചേർന്നിട്ട് അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് എതിരായതുകൊണ്ട് തന്നെ അവളെ പുറത്താക്കിയിട്ട് ഒളിവിലൊക്കെ ആയിരുന്നു മദ്രിപ്പുള്ളിയായിരിക്കും പുള്ളിക്കാരത്തി ജീവിച്ചിട്ടുണ്ടാവുക. പക്ഷേ ബ്രേവ് ന്യൂ വേൾഡിൻ്റെ എൻഡിൽ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ പോലെ പുള്ളിക്കാരത്തിക്ക് ഒരു നല്ല പദവി കിട്ടിയതിന് ശേഷം ഒരുപാട് വെപ്പൺസും ടെക്നോളജിയിലൊക്കെ പുള്ളിക്കാരത്തിക്ക് റിസോഴ്സസ് കിട്ടിയതിന് ശേഷം പുള്ളിക്കാരത്തി ആരോ കോൾ ചെയ്തിട്ട് വലിയ ഒരു ഡീല് പോലെ എന്തോ സംസാരിക്കുന്നുണ്ട്. അവിടെയാണ് മനസ്സിലാവുന്നത് പുള്ളിക്കാരത്തി പവർ ബ്രോക്കർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാരക്ടറാണെന്ന്. ഈ ഒരു ക്യാരക്ടർ ഒരു വില്ലനിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷേ പിന്നെ നമ്മൾ ആ പവർ ബ്രോക്കറിനെ ഒന്നും എവിടെയും കണ്ടിട്ടില്ല. പുള്ളിക്കാരത്തേക്ക് ഒരു അഡ്രസ്സും ഇല്ല. പിന്നെ നമ്മുടെ അമേസിംഗ് സ്പൈഡർമാൻ 2 ഗുസ്താഫിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിനെ നമ്മൾ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ കണ്ടിട്ടുണ്ടാവും. പുള്ളിക്കാരൻ നമ്മുടെ ഹാരി ഓസ്ബോണിനെ ജയിലിൽ പോയി മീറ്റ് ചെയ്തതിന് ശേഷം പുള്ളിക്കാരൻ്റെ ആ ഹാരി ഓസ്ബോണിൻ്റെ ആ ഓസ്കോപ്സിൻ്റെ താഴെ അണ്ടർഗ്രൗണ്ടിൽ കൂടെ ഒരു സ്ഥലത്ത് കൂടെ നടന്നു പോകുമ്പോൾ അവിടെ നമ്മുടെ സിനിസ്റ്റർ 6നെ ടീസ് ചെയ്യുന്ന പോലെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതായത് നമ്മുടെ വൾച്ചറിൻ്റെ വിങ്സ്, ഡോക്ടർ ഒക്ടോബസിൻ്റെ ടെൻഡക്കിൾസ്, പിന്നെ ഫുള്ളി കംപ്ലീറ്റഡ് അല്ലാത്ത ഒരു പ്രോട്ടോടൈപ്പ് ആയിട്ടുള്ള റൈനോയുടെ സൂട്ടൊക്കെ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഓഫ് കോഴ്സ് 700 മില്യൺ അങ്ങാണ്ട് ഈ അമേസിംഗ് സ്പൈഡർമാൻ കളക്ട് ചെയ്തെങ്കിലും പക്ഷേ ക്രിട്ടിക്കലി എല്ലാം മൊത്തത്തിലൊരു നെഗറ്റീവാണ് ഇത് കിട്ടിയതുകൊണ്ട് തന്നെ അമേസിംഗ് സ്പൈഡർമാൻ്റെ ആ ഫ്രാഞ്ചൈസി തന്നെ നിർത്തി. പിന്നെ റീബൂട്ട് ചെയ്തു, നമ്മുടെ പുതിയ സ്പൈഡർമാൻ വന്നു. പക്ഷേ എന്നാൽ ആ സ്പൈഡർമാൻസിനെയൊക്കെ നമ്മുടെ നോബേ ഹോമിൽ കാണിച്ചു. അങ്ങനെ എവിടെ എത്താതെ പോയ പോസ്റ്റ് ക്രെഡിറ്റ് സീൻസിൽ ഇത് വന്നു. പിന്നെ എന്നാണ് നമ്മുടെ റയൻ റൊണാൾഡ്സ് അഭിനയിച്ചിട്ടുള്ള ഗ്രീൻ ലാൻഡൻ മൂവി. ആ ഗ്രീൻ ലാൻഡൻ മൂവി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് പോലും അത് പറയുന്നത് ഇഷ്ടമല്ല. പുള്ളിയുടെ പടങ്ങളിൽ തന്നെ അതിനെ ട്രോൾ ചെയ്യാറുണ്ട് പുള്ളി. അങ്ങനെ ആ ഗ്രീൻ ലാൻഡൻ മൂവിയിൽ പാരലാക്സിനെ ഡിഫീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ സിനിസ്റ്ററുടെ കയ്യിൽ യെല്ലോ ലാൻഡൻ റിങ് കിട്ടുന്നതും അതായത് ദ ഫിയർ റിങ് കിട്ടുന്നതും പുള്ളി യെല്ലോ ലാൻഡനായി മാറുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിനുശേഷം ഒരു നമ്മുടെ സിനിസ്റ്റർ വേഴ്സസ് ഹാൽ ജോർഡൻ എന്നുള്ള രീതിക്ക് യെല്ലോ ലാൻഡൻ വേഴ്സസ് ഗ്രീൻ ലാൻഡൻ എന്നുള്ള രീതിക്ക് അതിന് സീക്വൽ വെച്ച് കൊണ്ടുപോകാനായിരുന്നു പ്ലാൻ. പക്ഷേ ആ പടത്തിന് സംഭവിച്ചെന്താണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നല്ലോ. VFX മോശമാണ്, എല്ലാം മോശമാണ്, മൊത്തത്തിലൊരു പറ്റാപത്തായതുകൊണ്ട് തന്നെ DC അങ്ങനെ അങ്ങ് ഉപയോഗിച്ച് കളഞ്ഞു. പിന്നെ ഒന്നാണ് എറ്റേണൽസ് പടത്തിൽ ആ സെയിം പടത്തിൽ കാണിച്ചിരിക്കുന്ന 2 പോസ്റ്റ് ക്രെഡിറ്റ് സീൻസ് ഉണ്ട്. ആ 2 പോസ്റ്റ് ക്രെഡിറ്റ് സീൻസും ഇതുവരെ എവിടെ എത്തിയിട്ടില്ല. കാരണം ആദ്യത്തെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ നമ്മുടെ താനോസിൻ്റെ ബ്രദറും ഒരു കുട്ടിച്ചാത്തനെ പോലത്തെ ഒരു സാധനമൊക്കെ വന്നിട്ട് ഇവരെ കടത്തിക്കൊണ്ടുപോയ ഇവരൊക്കെ എവിടെയാണ് ഉള്ളതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാക്കിയുള്ള എറ്റേണൽസിനെ വിളിച്ചുകൊണ്ടുപോകുന്ന പോലെ താനോസിൻ്റെ ബ്രദറൊക്കെ വരുന്ന പോലെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ കാണിച്ചിട്ടുള്ള അവരെങ്ങോട്ടാണ് പോയതെന്നോ താനോസിൻ്റെ ബ്രദർ എന്താണെന്നോ ഇതുവരെ എവിടെയും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ആ പടത്തിൽ കാണിച്ചിട്ടുള്ള ആ സെലസ്റ്റിയൽ പൊങ്ങി വന്നത് തന്നെ പിന്നെ ലാസ്റ്റ് നമ്മൾ കണ്ടിട്ടുള്ളത് ആ ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡിലാണ്. അത്രയും ടൈം വേണ്ടി വന്നു അവർക്ക് ആ സെലസ്റ്റിയലിനെ പോലും കാണിക്കാൻ വേണ്ടിയിട്ട്, ഏത് വേൾഡിൻ്റെ പകുതിയോളമുള്ള ഒരു സെലസ്റ്റിയലിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. സോ ഈ പോസ്റ്റ് ക്രെഡിറ്റ് സീനും ഇതുവരെ എവിടെ എത്തിയിട്ടില്ല. അതേപോലെ തന്നെ ഉള്ളതാണ് നമ്മുടെ ബ്ലേഡിൻ്റെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനും. അതായത് ബ്ലേഡ് അല്ല, ബ്ലാക്ക് നൈറ്റ്. ആ ബ്ലാക്ക് നൈറ്റ് പുള്ളിയുടെ ആ സോഡ് എടുക്കാൻ പോകുന്ന പോലെയും നമ്മുടെ ബ്ലേഡ് ബാക്കിൽ നിന്ന് വിളിക്കുന്ന പോലെയും ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ടായിരുന്നു. ആക്ച്വലി ഈ ടൈം കൊണ്ട് ഒരു ബ്ലേഡിൻ്റെ പടം വന്നിട്ടുണ്ടാവേണ്ടതാണ്. പക്ഷേ ഇതുവരെയും ആ 2 പോസ്റ്റ് ക്രെഡിറ്റ് സീൻസിനെ കുറിച്ചും ഒരറിവില്ല.
കാരണം അതിനുശേഷം വീണ്ടും നമ്മുടെ മാർവൽ മൾട്ടിവേഴ്സ് ആകയിൽ തന്നെ വീണ്ടും ഫോക്കസ് ചെയ്തു. കാരണം ഇത് ഒരു കോസ്മിക് ലെവൽ, ഒരു സ്പേസ് ലെവൽ അഡ്വഞ്ചറായിട്ട് പോകേണ്ട പടമായിരുന്നു അതിന് ശേഷം വരേണ്ടിയിരുന്നത്. പക്ഷേ വീണ്ടും മാർവൽ കോസ്മിക് ലെവലിൽ അല്ലാതെ മൾട്ടിവേഴ്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം എവിടെ എത്താതെ പോയി. ചിലപ്പോൾ ഇനി വരുമായിരിക്കും, ഇതുവരെ എന്തായാലും ഇല്ല. പിന്നെ ഒന്നാണ് നമ്മൾ ഇഷ്ടമായിട്ടുള്ള ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ. ശരിയാണ്, ഈ ഷസാമിന് സെക്കൻഡ് പാർട്ടായിട്ട് ഫ്യൂരി ഓഫ് ദി ഗോഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്കൻഡ് പാർട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഫസ്റ്റ് പാർട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനും തമ്മിൽ ഒരു ബന്ധമില്ലായിരുന്നു. കാരണം നമ്മുടെ ബില്ലി ബാറ്റ്സിനെ ഡിഫീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ തേഡിയസ് പുള്ളിക്കാരൻ വീണ്ടും ആ സംഭവത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് സംഭവങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന പോലെയൊക്കെ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു കാറ്റപ്പില്ലർ പോലത്തെ ഒരു സാധനം വന്നിട്ട് പുള്ളിയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ആക്ച്വലി ഇത് നമ്മുടെ ഷസാമിൻ്റെ കോമിക്കിലെ ഒരു ക്ലാസിക് വില്ലനാണ്. അങ്ങനെ അതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു അവർ ആ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് വെച്ചായിരിക്കും അവർ സെക്കൻഡ് പാർട്ട് കൊണ്ടുപോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. പിന്നെ അത് കോമഡി ആയിട്ട് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ട് പിന്നെ നമ്മൾ ആ പോസ്റ്റ് ക്രെഡിറ്റ് സീനെ കുറിച്ച് ഒരു അറിവുമില്ല. പിന്നെ ഒരെണ്ണം ഉള്ളത് നമ്മുടെ 2017 ഇറങ്ങിയിട്ടുള്ള ഡോക്ടർ സ്ട്രേഞ്ച് മൂവിയിലാണ്. ആക്ച്വലി ഈ ഡോക്ടർ സ്ട്രേഞ്ച് മൂവിയുടെ ഒരു സെക്കൻഡ് പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ പോലെ നമ്മുടെ ബാരൻ മോഡോ ലോകം മൊത്തം സഞ്ചരിച്ചിട്ട് ഇനി സോസറേഴ്സ് വേണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാ സോസറേഴ്സിനെയും കൊല്ലുന്ന പോലെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ പിന്നെ ഒരു പടങ്ങളിലും പിന്നെ കണ്ടിട്ടില്ല. ഐ മീൻ അതിനൊരു ബേസ് ചെയ്തിട്ടായിരുന്നു സെക്കൻഡ് പാർട്ട് വരേണ്ടിയിരുന്നത്. പക്ഷേ പിന്നെ നമ്മൾ ആ മോഡോനെ കണ്ടിട്ടില്ല. ആക്ച്വലി നമ്മളെ വാണ്ടാ വിഷനിലും ഈ മൾട്ടിവേഴ്സ് ഓഫ് മാഡസിലും ഓൾറെഡി ഒരു ഡിലീറ്റഡ് സീൻ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ട് ഒരുപാട് റൂമേഴ്സ് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ മോഡോ ഈ വാണ്ടേനെ ഐ മീൻ അവളൊരു സോസറാണെന്ന് മനസ്സിലാക്കിയിട്ട് അവളെ കൊല്ലാൻ വേണ്ടി വരുന്ന പോലെയൊക്കെ, എന്നിട്ട് അത് നമ്മുടെ ഈ മോഡോനെ കൊല്ലുന്ന പോലെയൊക്കെ ഒരുപാട് സീൻ ഉണ്ടായിരുന്നെന്നൊക്കെ പറഞ്ഞാൽ അത് കട്ട് ചെയ്ത് കളഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റൂമേഴ്സും ലീക്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഇതുവരെയും അത് എവിടെയും കാണിച്ചിട്ടില്ല. ഇനി അത് കാണിക്കുന്നതെന്ന് തോന്നുന്നില്ല. കാരണം ഇത് എവിടെ എത്താതെ പോയ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനാണ്. പിന്നെ ഒന്നാണ് നമ്മൾ ഷാങ്ചിയിൽ കണ്ടിട്ടുള്ള ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ. അതായത് നമ്മുടെ വോങ് വന്നിട്ട് നമ്മുടെ ക്യാപ്റ്റൻ മാർവലിനെയും ബ്രൂസ് ബാനറിനെയൊക്കെ വിളിച്ചിട്ട് ആ 10 റിങ്സ് എന്തോ ഒരു സിഗ്നൽ അയച്ചിട്ടുണ്ട്, അത് എങ്ങോട്ടോ പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവർ റിസർച്ച് ചെയ്യുന്ന പോലെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ഷാങ്ചിനെയൊക്കെ വിളിച്ചുകൊണ്ടുവന്നത്. ഒരു പക്ഷേ ആ റിങ്സ് നമ്മുടെ കോണ്ടർമണ്ഡലത്തിലേക്കായിരിക്കും ആ സിഗ്നൽ അയക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഒരുപാട് തിയറീസ് ഒക്കെ ഉണ്ടായിരുന്നു. കാങ് ദ കോൺക്കറിനെ ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റൂമേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ കാങ്ങിനെ തന്നെ എന്തായാലും മാറ്റിക്കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കറിയാവുന്ന കാര്യമാണ്. സോ അങ്ങനെ നോക്കുമ്പോൾ ആ ഷാങ്ചിയിൽ കണ്ടിട്ടുള്ള ആ പോസ്റ്റ് ക്രെഡിറ്റ് സീന് ഇനി വലിയ വിലയൊന്നുമില്ല, അത് ഇനി വരാനും പോകില്ല. കാരണം ഇതുവരെ അതിൻ്റെ സംഭവം എന്താണെന്ന് ഇതുവരെ കാണിച്ചിട്ടില്ല. ഷാങ്ചി 2 വരുമ്പോൾ ചിലപ്പോൾ പറയുമായിരിക്കും, ചിലപ്പോൾ ഈ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീന് ഇല്ലാത്ത പോലെ ഷാങ്ചി 2 വരുമായിരിക്കും. എന്തായാലും ഷാങ്ചി നമ്മുടെ ഡൂംസ്റ്റേയിൽ വരാൻ വേണ്ടി പോകുന്നുണ്ട്, നോക്കാം അതിലെന്തെങ്കിലും വരുമെന്ന്. എന്തായാലും ഇതുവരെയും അതിൻ്റെ ഒരു അഡ്രസ്സും ഇല്ല. സോ ഇതൊക്കെയാണ് നമ്മളെ മാർവലും ഡി സിയിലായിട്ട് കുറച്ചൊക്കെ വന്നിട്ടുള്ള മറക്കപ്പെട്ടു പോയിട്ടുള്ള കുറച്ച് പോസ്റ്റ് ക്രെഡിറ്റ് സീൻസ്. ഇതല്ലാതെ ഇനിയും കുറച്ചും കൂടിയൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ പാർട്ട് 2 ചെയ്യുന്നതായിരിക്കും. ആക്ച്വലി ഈ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ എന്ന് പറയുന്നത് തന്നെ ഒരു പാർട്ട് ഇറങ്ങി അടുത്തൊരു പാർട്ടിലേക്ക് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് നമ്മുടെ മാർവലൊക്കെ ഇത് ചെയ്തു വരുന്നത്. പക്ഷേ മാർവൽ തന്നെ ചില സംഭവങ്ങൾ അത് മറന്നും പോകുന്നു. മാത്രമല്ല ആ ലീഡ് ചെയ്തിട്ടുള്ള സാധനങ്ങളെല്ലാം ഒട്ടുമിക്ക സൂപ്പർ ഹീറോ പടങ്ങൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ കൊണ്ടുവരുന്നതും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളെ ഷസാം ഫ്യൂരി ഓഫ് ദി ഗോഡ്സ്, അതായത് ഷസാം 1 കാണിച്ചിട്ടുള്ള പോസ്റ്റ് ക്രെഡിറ്റ് സീനുമായിട്ട് ബന്ധമുള്ള ഒരു കഥയല്ല ഫ്യൂരി ഓഫ് ദി ഗോഡ്സിൽ കാണിച്ചിട്ടുള്ളത്. ആ ഫ്യൂരി ഓഫ് ദി ഗോഡ്സിൽ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ട്, അത് വേറെ തന്നെ ഒരു സംഭവമാണ്. അതാ ഞാൻ പറഞ്ഞ വേറെയും കുറച്ച് പടങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മൾ സെക്കൻഡ് പാർട്ടിൽ ചെയ്യാം. സോ ഇതേപോലെ നിങ്ങൾക്കറിയാവുന്ന ചില പോസ്റ്റ് ക്രെഡിറ്റ് സീൻസ് ഒന്നും ആവാത്ത ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.